വല്ല ഇത്തിരി കാശ് മുടക്കി ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് വേണ്ട. ഒരു അറ്റാച്ച്ഡ് റൂമാണ് നമുക്ക് വേണ്ടത്. എത്രയുണ്ട്? ഒരു 10-150 സ്ക്വയർ ഫീറ്റെങ്കിലും ഉണ്ട്. അപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ തീരും. 1.5 ലക്ഷം? എംസാൻഡ് ആണെങ്കിൽ. പണിയപ്പോ തുടങ്ങാൻ പറ്റും. ഓഴി മഴയൊക്കെ മാറട്ടെ, അപ്പോഴേ കാശും വരുള്ളൂ. തുടങ്ങാം. പൈസ ചെലവാക്കുന്ന കാര്യം വരുമ്പോ എല്ലാത്തിനും മുടക്കം പറയല്ലോ. ഇങ്ങനെ പിശുക്കിയിട്ട് എന്തിനാ? അറിയിക്കാം കേട്ടോ. പിന്നെ ഈ പിശുക്കുന്ന തെറ്റിദ്ധരിക്കുന്ന പലപ്പോഴും പിശുക്കല്ല കേട്ടോ. പിന്നെ ദാരിദ്ര്യം. വരുത്തി കൂട്ടിയതല്ലേ. ഉള്ള സമ്പാദ്യം മുഴുവൻ എടുത്ത് ഒരു ഉപകാരം ഇല്ലാതെ സ്പീക്കർ സൗണ്ടും ഒക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞ കേക്കില്ലല്ലോ. ഒരു ഉപകാരവും ഇല്ലെന്ന് ആര് പറഞ്ഞു? കാറ്റും മഴ ഇടിയും മിന്നലും ഒക്കെ വന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ. പിന്നെ സ്പീക്കറും മിക്സറും ഒക്കെ കത്തിപ്പോയപ്പോൾ നന്നാക്കാനുള്ള കാശില്ല, അന്ന് പരിപാടിയുമില്ല. ഇവിടെ ഒരു സാധാരണ സ്കൂളിലാണ് പഠിച്ചെങ്കിൽ എനിക്ക് ഈ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ മോളെ? ലിൻസിയുടെ പപ്പ എന്നാ 100 രൂപ എന്തിനാ അച്ഛൻ വാങ്ങിയത്? ബോട്ടിൽ പാടാൻ പോയില്ലേ, അത് ഫേസ്ബുക്ക് ലൈവായിരുന്നു. എന്റെ ക്ലാസ്സിലത്തെ എല്ലാ പിള്ളേരും അതും കണ്ടു. അപ്പൊ അതും പറഞ്ഞ് എന്നെ കളിയാക്കുക. അത്രേ ഉള്ളോ? അത് ആൾക്കാർ അവരെ സന്തോഷം കൊണ്ട് ടിപ്പ് വരുന്നില്ല മോളെ. അച്ഛൻ എന്തിനാ കൈനീട്ടി വാങ്ങിച്ചത്? അയാള് തന്നപ്പം. അന്ന് അച്ഛൻ ട്രെയിനിൽ വയറ്റത്തടിച്ച് പാടുമ്പോ ഇതിനെ കൂടുതൽ ടിപ്പ് കിട്ടും. ഡി അമ്മയ്ക്ക് അറിയോ? അല്ലേ തന്നെ അച്ഛന്റെ പേരും പറഞ്ഞ ഫ്രണ്ട്സ് എല്ലാരും ഇൻസൾട്ട് ചെയ്യും. ജേക്കപ്പങ്ങളെ അച്ഛനോട് സിമ്പതിയാ, അത് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടല്ലേ മോളെ നമ്മൾ ജീവിക്കുന്നത്. പൈസ കിട്ടാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്താ പോരെ? പാട്ട് പാടുന്നതുകൊണ്ട് സ്കൂളത്തെ കുട്ടികളെല്ലാരും കൂടി അച്ഛനൊരു ഇരട്ടപ്പേരിട്ടിട്ടുണ്ട്, ഗാനകേന്ദ്രവൻ. നീ അവരോട് പറയണം 10-12 കൊല്ലം മുമ്പ് അച്ഛൻ അമേരിക്കയിൽ പോയപ്പോ അവിടെ ഒരു പെട്രോൾ പമ്പിൽ ജോലി കിട്ടിയതാണ്, എന്നിട്ട് അച്ഛനോട് നിൽക്കാഞ്ഞതാണ്. എന്താ നിക്കാഞ്ഞേ? എന്നാ അച്ഛൻ്റെ മോള് ജനിച്ചിട്ടല്ലേ ഉള്ളൂ. അച്ഛൻ്റെ മോളെ കാണണ്ടേ, കൊഞ്ചിക്കണ്ടേ? വിഷമിക്കണ്ട, അവളെ ചെറുതല്ലേ. ഇനിയിപ്പൊ എന്ത് കഷ്ടപ്പാടാണെങ്കിൽ ഞാൻ സഹിക്കും. നീയും സഹിക്കായിരുന്നല്ലേ? അതല്ല, ജേക്കബേട്ടൻ കരുണ കാണിക്കാണെന്ന് എനിക്കറിയാം. പാട്ടായിപ്പോ ഇല്ലേ പണി? ഇത് രക്ഷപ്പെടും, നാളെ രക്ഷപ്പെടും ഓർത്ത് നിന്ന്, എന്നിട്ടും രക്ഷപ്പെട്ടില്ല. ഇങ്ങോട്ട് എത്താനും പറ്റിയില്ല. വേറെ പണിയിട്ട് അറിഞ്ഞുകൂടും. എല്ലാവർക്കും യേശുദാസും ജയേന്ദ്രൊന്നും ആകാൻ പറ്റില്ലല്ലോ. ആഗ്രഹിച്ച ജീവിതവും കൈക്കിട്ട ജീവിതം തമ്മിൽ താരതമ്യപ്പെടുത്തിയ തൃപ്തിയാമല്ലേ പാടാം. മൂന്ന് തവണയായിട്ട് 15 ലക്ഷം രൂപ ഉല്ലാസിന്റെ അക്കൗണ്ടിൽ അയച്ചിട്ടുണ്ട്. അത് നമ്മളെ പറ്റിക്കായിരുന്നാ മതിയായിരുന്നു. ഷോ, ഇന്നിതിപ്പോ എത്രാമത്തെ തവണ? പപ്പ ഇതെടുക്ക്, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ഹലോ ഹലോ, പപ്പയായിരുന്നോ? അവള് കുളിക്കാൻ കയറിയല്ലോ. ഒന്നുമില്ല, ഞാൻ ചുമ്മാ വിളിച്ചതേ ഉള്ളൂ. എന്നായി നമ്മുടെ കാര്യങ്ങളൊക്കെ? ഏജന്റ് പറയുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. 15 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ, അതേതായാലും നന്നായി. ഈ എംബസിൽ ഇന്റർവ്യൂവിന് പോകുമ്പോഴേ അവർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കും. പ്രോഗ്രാമിന് ഇവിടെ വരുമ്പോൾ ഭാര്യയെ കൊണ്ടുവരാനും കറങ്ങാനും ഒക്കെ ആസ്തിയുള്ള ആളാണോന്ന്. സായിപ്പ്മാർ ആരാ പപ്പ മക്കള്? വിശ്വസിക്കാലോ അല്ലേ? എൻ്റെ പപ്പ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും ഉല്ലാസേട്ടനെ വിശ്വസിക്കാം. സാന്ദ്ര എന്ന് അങ്ങനെ മുന്നിൽ നിന്ന് കരഞ്ഞു കാണിച്ചോണ്ടാ. അല്ലെ ഇതൊന്നും കൂട്ടു നിൽക്കുന്ന ആളല്ല ഉല്ലാസേട്ടൻ. അറിയാലോ, ഈ പെർമനന്റ് അഡ്രസ്സുള്ള സ്ഥലത്ത് തന്നെ വേണം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ. പിന്നെ ഇന്റൻഷൻ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും 30 ദിവസം വേണം. പിന്നെ അവിടെ ഒരു പരിചയക്കാരനുള്ളതുകൊണ്ട് അതൊക്കെ വേഗം നടന്നോളൂ. പിന്നെ പപ്പ, സാന്ദ്ര കുളി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വിളിച്ചതെന്നൊന്ന് പറയണേ. പപ്പ പറയടാ മോനെ.
ഹലോ. സാർ ഉറങ്ങുവാണോ? ഇല്ല, ഉച്ചയൂണ് കഴിഞ്ഞ് ഉലാത്തുവാ. താൻ കാര്യം പറ. സാറേ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇതിപ്പോ 10-15 ദിവസമായല്ലോ. നല്ലതാ, അമേരിക്ക ചെല്ലുമ്പോ എളുപ്പമാവും. അവിടെ ഇപ്പൊ പകലാന്നേ. സാറേ, പ്രിൻസ് എനിക്ക് വേണ്ടപ്പെട്ടവനാ. ആ കൊച്ചിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും നമ്മൾ ചെയ്യുന്നത് ശരിയല്ല സാറേ. എടോ, താനൊരു പാട്ടുകാരനല്ലേ, രാഷ്ട്രീയക്കാരനല്ലല്ലോ. വാക്ക് മാറരുത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ ഇതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കുറച്ചു ദിവസം മുമ്പ് ഫോട്ടോ രജിസ്റ്റർ ഓഫീസിന്റെ നോട്ടീസ് ബോർഡിൽ പതിപ്പിച്ചു. അയ്യോ, പേടിക്കൊന്നും വേണ്ട, അപ്പൊ തന്നെ കീറി കളയിപ്പിച്ചു. സാറേ, ഭാര്യയും മകളുള്ളൊരു വീട്ടിൽ നിന്ന് അച്ഛൻ വേറൊരു കല്യാണം കഴിക്കാൻ ഇറങ്ങുന്ന സീൻ സാറൊന്ന് ആലോചിച്ച് നോക്കിയേ. സാറേ, എന്റെ മുഖത്ത് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും. ടെൻഷനൊന്നും അടിക്കണ്ട, ഭാര്യയൊന്നും അറിയാൻ പോകുന്നില്ല. രജിസ്റ്റർ മാരേജിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഉല്ലാസ് യാത്ര പോകാൻ ഒരുങ്ങിക്കൊള്ളൂ. എന്നാലും സാറേ, നിങ്ങൾ ഇപ്പൊ കൊടുത്ത ഉമ്മയല്ലേ? സത്യം പറ, നിങ്ങൾ ഏത് പെണ്ണിന്റെ കൂടെ ഉല്ലാസയാത്ര പ്ലാൻ ചെയ്തത്? സാറേ, ഉല്ലാസേട്ടന് എന്തും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ആണുങ്ങൾ അടുക്കള കയറുന്നൊക്കെ നവോത്ഥാനത്തിന്റെ ഭാഗമല്ലേ. പക്ഷേ ഞാനിന്ന് പ്രോഗ്രാമിന് പോയാൽ മറ്റന്നാൾ വരുള്ളൂ. ഇന്ന് പരിപാടി ഉണ്ടോ? പറഞ്ഞില്ലല്ലോ. ഇല്ല ഉല്ലാസേട്ടാ, എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, നീ മറന്നതാ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ ഇറങ്ങണം. മദ്രാസിലെ പരിപാടി. മെഡ്രാസിലോ? ആ, മദ്രാസ് എന്ന് വെച്ചാൽ ചെന്നൈ. ബോംബെ വരും പറ്റില്ലോ, മുംബൈ. ആഹാ, ഉല്ലാസത എങ്ങോട്ടാ? ഇന്നലെ അർദ്ധരാത്രിക്ക് കണ്ടുകരയെന്ന് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അത് അമേരിക്കന്ന് ഒരു ഫ്രണ്ട് വിളിച്ചതാ. അവിടെ ഇപ്പൊ പകലാണല്ലോ. അല്ല, അവിടെ ഇന്നലെ രാത്രി പകലാണല്ലോ. പകലാണ് അവിടെ എന്നെ വിളിച്ചത്. ടീച്ചർ എങ്ങനെ കണ്ടു? ലെവിസ്മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ധൂമകേതു ഭൂമിയുടെ സഞ്ചാരപഥത്തിൽ വരുന്നുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി ഇറങ്ങി നിന്നതാ. ഇതൊക്കെയല്ലേ ജീവിതത്തിൽ നമ്മൾ കാണേണ്ടത്. ഉറപ്പായിട്ടും. എന്നിട്ട് കണ്ടോ? ഇല്ലെന്നേ, ഉല്ലാസനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത് മേളിൽ കൂടെ പോയി. അയ്യോ, ഐ എം സോറി. ഇനി 126 കൊല്ലം കഴിഞ്ഞ് അത് വരത്തുള്ളൂ. മിനി, സായിച്ചേട്ടൻ വരുന്നത് കൊടുത്തേക്കണേ. ശരി, എന്നാ കാണാം. പോയിട്ട് വരാം. എല്ലാം ശരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ പരിപാടിക്ക് തന്നെയാണോ പോണേ? പാട്ടുബുക്ക് എടുത്തില്ലല്ലോ. ഇനി ഞാനൊന്നും ഒളിച്ചു വെക്കുന്നില്ല. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി പറയാതിരുന്നതാ. ഞാൻ പോകുന്ന മദ്രാസിലേക്കാ. ഒരു റെക്കോർഡിങ്, സിനിമാ പാട്ടാ. പിന്നെ ഇത് പാടി ഹിറ്റായി വരുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. അതൊക്കെ ഞാൻ തമാശ പറഞ്ഞല്ലേ. ഞാൻ പ്രാർത്ഥിച്ചോളാം. ഓൾ ദി ബെസ്റ്റ് അച്ഛാ. ശരിക്കും വേറൊരാളെ പാടുന്നേ, ഞാൻ ട്രാക്ക് പാടുന്നേ ഉള്ളൂ.